ഹായ് എവരിവൺ. നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാൻസ്മിഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലി ഗിയർ ഓരോന്നും ക്ലച്ച് ചവിട്ടി മാറി മാനുവലി നമ്മൾ കൈകൊണ്ട് ഗിയർ മാറി പോകണം, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ കാലുകൊണ്ട് മാറണം. അപ്പോൾ ഇതല്ലാതെ വണ്ടി തന്നെ തനിയെ സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടോർക്ക് വേരിയേഷൻസ് ഒക്കെ അനുസരിച്ച് വണ്ടി തന്നെ തനിയെ ഗിയർ മാറും. നമുക്ക് ആകെ ആ പെഡലിനകത്ത് ആ ഗിയർ ലിവറിനകത്ത് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഒരു പി കാണും, ഒരു എൻ കാണും, ഒരു ഡി കാണും, ഒരു ആറ് കാണും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഗിയർ എന്ന് പറയും. എൻ ന്യൂട്രലാണ്. അടുത്തത് ഡി ഡ്രൈവ്, ആറ് റിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ അത് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ഓക്കെ, നോർമൽ കേസിൽ. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മളിപ്പം ന്യൂട്രൽ നിന്ന് മാറ്റി ഡി ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഗിയർ ചേഞ്ചായി പൊയ്ക്കൊണ്ടിരിക്കും, നമ്മളൊന്നും അറിയണ്ട എന്നുള്ളതാണ്. പിന്നെ റിവേഴ്സ് ആണെങ്കിൽ നിർത്തി റിവേഴ്സ് ഇടുക, ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ബ്രേക്ക്, അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് പാർക്കിംഗ് ഗിയറിനകത്തിടണം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് എഫർട്ടൊന്നുമില്ല. നമുക്ക് ഇതേതെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡി പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് മതി. ക്ലച്ചിൻ്റെ പെഡൽ പോലും കാണത്തില്ല ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഡ്രൈവറിൻ്റെ എഫോർട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഇത് കുറേ ഈസിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, അതേപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിനകത്ത് ഓരോന്നും വരുന്ന സംഭവം, അതിനകത്ത് വരുന്ന കമ്പോണൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ വിച്ച് ഗിയർ റേഷ്യോ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഗിയർ റേഷ്യോ നമ്മൾ മാനുവൽ വണ്ടികളിൽ നമ്മൾ ഗിയർ റേഷ്യോ മാനുവലിയാണ് ചേഞ്ച് ചെയ്തതെങ്കിൽ ഇവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ റേഷ്യോ ചേഞ്ച് ആവും. അക്കൗണ്ട് വെഹിക്കിൾ സ്പീഡ് ആൻഡ് ലോഡ് വിത്തൗട്ട് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ്. അപ്പം മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഡ്രൈവർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് നടന്നോളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വാഹനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല ഇതിൻ്റെ ആവശ്യകത നീഡ് എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ എഫർട്ട് കുറയ്ക്കും. റെഡ്യൂസസ് ഡ്രൈവറിൻ്റെ എഫർട്ട്. ഡ്രൈവറിൻ്റെ ആവശ്യം നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ളത്. സ്മൂത്ത് ഡ്രൈവിംഗ് ഇൻ ട്രാഫിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ടുള്ള ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യുക. നോ ക്ലച്ചിൻ്റെ പെഡൽ പോലും അതിനകത്ത് കാണത്തില്ല. നമ്മൾ നോക്കിയാൽ ആക്സിലേറ്റർ ആൻഡ് ബ്രേക്ക് മാത്രമേ കാണത്തുള്ളൂ. ഈസി ഫോർ ബിഗിനേഴ്സിനൊക്കെ ഇത് കുറേ ഈസിയാണ്. അപ്പോൾ ഇത് നീഡ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ഇത് അതിൻ്റെ അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി മെയിൻ ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ വേരിയസ് ടൈപ്സ് നമുക്ക് നോക്കാം. അത് ഓരോന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനകത്ത് ഒരു റോട്ടർ കാണും, അല്ലെങ്കിൽ ഒരു പമ്പ് അല്ലെങ്കിൽ ഇമ്പലർ കാണും. പിന്നെ ഒരു സ്റ്റേറ്റർ, പിന്നെ ഒരു ടർബൈൻ. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ ആപ്ലിക്കേഷൻ വഴി നടക്കുന്ന ഫ്ലൂയിഡ് അതിനകത്ത് കാണും. അത് വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ടോർക്ക് കൺവെർട്ടർ. ഇനി CVT ഉണ്ട്. CVT നമ്മൾ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് CVT, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഇനി ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ AMTനകത്ത് നമുക്ക് ഇതിലുള്ള ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് മാത്രം ഓട്ടോമേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഡുവൽ ക്ലച്ച് DCT എന്നൊരു ഇപ്പോൾ ഉള്ള വാഹനങ്ങളിലൊക്കെ വരും. അപ്പോൾ ഇതെന്തിനാണെന്ന് DCT ഉപയോഗിക്കുന്നത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വാഹനങ്ങൾ സാധാരണ ഈ ഗിയർ മാറുന്ന സമയത്ത് ഇതിനകത്തൊരു നമുക്കൊരു ഗിയർ മാറുമ്പം പവർ ട്രാൻസ്മിഷൻ ചെറുതായിട്ടൊന്ന് നിൽക്കുമല്ലോ, എന്നിട്ടാണല്ലോ നമ്മൾ ഗിയർ മാറുന്നത്. അപ്പോൾ ആ പവർ ട്രാൻസ്മിഷൻ നിൽക്കുമ്പോൾ നമുക്ക് വണ്ടിയിൽ ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ജെർക്കിങ് മാതിരി നമുക്ക് വരും. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വരത്തില്ല. ഭയങ്കര സ്മൂത്തായിട്ട് ഗിയർ എൻഗേജ് ആവും. പവർ ഇൻ്റർമീഡിയൻ്റ് ആവില്ല, പവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫ്ലോ ആവും. അപ്പം ഈ ട്രാൻസ്മിഷൻസ് ഓരോന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ആൾറെഡി നമ്മൾ പഠിച്ചതാണ്. ബാക്കിയൊക്കെ നമ്മൾ നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ടോർക്ക് കൺവെർട്ടറാണ്. അതേപോലെ തന്നെ DCTയും ഈ AMT അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, മെയിനായിട്ട് ടോർക്ക് കൺവെർട്ടർ.
അപ്പോൾ അതിൽ നമുക്ക് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ട്രാൻസ്മിഷൻ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാതിരി പറഞ്ഞിട്ട് ഈ ഈ ഇതിനകത്ത് തന്നെ, ഈ സ്ലൈഡിനകത്ത് തന്നെ ഇതിൻ്റെ എന്താണ് അതിനകത്തുള്ള ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പലറുണ്ട്, ഒരു സ്റ്റേറ്ററുണ്ട്, ഒരു ടർബൈനുണ്ട്, പിന്നെ ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ പാർട്സ് ഇത് മൂന്നുമാണ്. ഇത് മൂന്നുമാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട പാർട്സ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പലർ, ഒരു സ്റ്റേറ്റർ, ഒരു ടർബൈൻ. അപ്പോൾ ഇമ്പലർ എന്ന് പറയുന്നത് നമ്മളെ ഈ ഫ്ലൂയിഡ് കപ്ലിംഗ് നമ്മൾ പഠിച്ചില്ലായിരുന്നു, അതേപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റർ മാത്രമേ ഉള്ളൂ. മറ്റേതിൽ ഈ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇമ്പലറും ടർബൈനും ഫ്ലൂയിഡ് കപ്ലിങ്ങിലും ഉണ്ടായിരുന്നു. ഇതിൽ ഇമ്പലർ, ടർബൈൻ, അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തായിട്ടൊരു സ്റ്റേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല, അതിൽ ഫ്ലൂയിഡ് കപ്ലിങ്ങിലുള്ളതുപോലെ തന്നെ ഈ ഇമ്പലറിനെ നമ്മൾ എൻജിൻ റൊട്ടേഷൻ വരുന്ന ഷാഫ്റ്റിൽ, അതായത് ഫ്ലൈ വീലിൽ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് യൂണിറ്റിനകത്ത് മൊത്തം ഒരു ഫ്ലൂയിഡ് കാണും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഫ്ലൂയിഡിനെ ഇതിനകത്തൂടെ ഇതിലോട്ട് പമ്പ് ചെയ്ത് വിടും. അപ്പം ഇത് കറങ്ങും. അപ്പം എന്തിനാണ് ഈ സ്റ്റേറ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേറ്റർ നമ്മൾ മധ്യത്ത് വെച്ച് ഇവിടെ ഒരു ഇതിങ്ങനെ ടോറിങ്ടൺ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫ്രീ വീലുണ്ട്. ഒരു ഫ്രീ വീൽ ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മുടെ ഈ സ്റ്റേറ്റർ ഒരു ഫ്രീ വീലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വൺ ഡയറക്ഷനിൽ മാത്രമേ അതിന് ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്നുള്ള രീതിയിലൊരു ഫ്രീ വീലുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഇതിനകത്തുനിന്ന് നമ്മൾ ഇമ്പലറിൽ നിന്ന് ഈ പറയുന്ന ഇപ്പോൾ ഈ ടർബൈൻ്റെ അകത്ത് ഇത് കണക്ക് ബ്ലേഡ് ഉള്ള പോലെ തന്നെ ഈ ഇമ്പലറിൻ്റെ ഉൾഭാഗത്തും ഇത് കണക്ക് ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ എന്താണ് ഈ ഓയിലിന് അതിനകത്തുള്ള ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്ത് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പമ്പ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റർ ഇവിടെ ഇരുന്നിട്ട് ഇതിനകത്ത് പമ്പ് ചെയ്യുന്ന ഇതിന് ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ അത് വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. ടോർക്ക് കൺവെർട്ടറിനകത്ത് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ അകത്തുള്ള പാർട്സാണ് നമ്മൾ നോക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്ത് മെയിൻ പാർട്സ് ഒന്ന് ടോർക്ക് കൺവെർട്ടർ, പിന്നെ പ്ലാനറ്ററി ഗിയർ സെറ്റ് കാണും, ഹൈഡ്രോളിക് കൺട്രോൾ സിസ്റ്റംസ് കാണും, ക്ലച്ചും ബ്രേക്കും കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഗിയർ ബോക്സിനകത്ത് ടോർക്ക് കൺവെർട്ടർ സെറ്റപ്പ് ഓക്കെ മനസ്സിലാക്കാം, പവർ ട്രാൻസ്മിഷനാണ്. പ്ലാനറ്ററി ഗിയർ സെറ്റ് അതിനകത്ത് സ്പീഡ് വേരിയേഷൻസ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയാം. ഹൈഡ്രോളിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ആവശ്യമായ സമയത്ത് ഇതിനകത്ത് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഈ ഹൈഡ്രോളിക് നമ്മുടെ ഈ പ്ലാനറ്ററി ഗിയർ സെറ്റിനകത്ത് തന്നെ ഓരോന്നിനെ പിടിച്ചു നിർത്തി മറ്റേനെ കറക്കുക. അപ്പോൾ ഈ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കുകൾ. ഓക്കെ, ഒന്നിനെ അറസ്റ്റ് ചെയ്ത് നിർത്തി ബാക്കിയുള്ളതിനെ കറക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ടോർക്ക് കൂടുകയും സ്പീഡ് കുറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള സിസ്റ്റമാണ് ഈ ബ്രേക്കും. ക്ലച്ചസ് അതിനകത്ത് ഒരുപാട് ക്ലച്ചസും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഇത് നമ്മുടെ ടോർക്ക് കൺവെർട്ടറിൻ്റെ കാര്യമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ. ഓക്കെ, ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ടോർക്ക് കൺവെർട്ടറിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ടോർക്ക് കൺവെർട്ടർ റീപ്ലേസസ് ക്ലച്ച്. അപ്പോൾ ക്ലച്ചിന് പകരം നമ്മൾ ഇവിടെ ടോർക്ക് കൺവെർട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ വാഹനങ്ങളിലാണെങ്കിൽ നമുക്കറിയാം എൻജിനാണ്, എൻജിൻ കഴിഞ്ഞ് ക്ലച്ച്, അത് കഴിഞ്ഞ് ഗിയർ ബോക്സ്, പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, പിന്നെ ഡിഫറൻഷ്യൽ, അവിടെ നിന്ന് നേരെ ആക്സിൽ വീലിലേക്ക് പോകും. ഇതാണ് സാധാരണ ട്രാൻസ്മിഷനിൽ വരുന്നത്. നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മേലിൽ ഗിയർ ലിവറും കാണും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ എൻജിനിൽ ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ക്ലച്ചിന് പകരം ടോർക്ക് കൺവെർട്ടറാണ് കണക്ട് ചെയ്യുന്നത്. ടോർക്ക് കൺവെർട്ടർ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. എൻജിനിൽ നമ്മൾ ടോർക്ക് കൺവെർട്ടർ ക്ലച്ച് എവിടെയാണോ മാനുവലിൽ ഗിയർ ബോക്സിൽ ക്ലച്ച് എവിടെയാണോ ഇരിക്കുന്നത്, ഇതിൽ അതിന് പകരം നമ്മൾ വയ്ക്കുന്നത് ടോർക്ക് കൺവെർട്ടറാണ്. ഓക്കെ, അടുത്തത് യൂസസ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ടു ട്രാൻസ്മിറ്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫുൾ കവറിനകത്താണ് ഇരിക്കുന്നത്. ആ കവറിനകത്ത് കംപ്ലീറ്റ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്. പ്ലാനറ്ററി ഗിയേഴ്സ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോ. ഇതിനകത്ത് ഓരോ ഗിയർ റേഷ്യോ നമുക്ക് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാനറ്ററി ഗിയർ അറേഞ്ച്മെൻ്റ് ആണ്. എപ്പിസൈക്ലിക് നമ്മളെന്ന് പറഞ്ഞ അറേഞ്ച്മെൻറ്റ്. ഗിയർ ഷിഫ്റ്റിംഗ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്കലി യൂസിങ് ഓയിൽ പ്രഷർ. അതായത് ഓയിലിൻ്റെ പ്രഷറിന് അനുസരിച്ചാണ് ഈ സ്പീഡ് വേരിയേഷൻസ് ഒക്കെ ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ കാറുകളിലും ബസ്സിലും ടൂ വീലറിലൊക്കെ യൂസ് ചെയ്യും. പക്ഷേ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂ വീലേഴ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ റെയർ. നമ്മുടെ നാട്ടിലൊന്നുള്ള ടൂ വീലറിലൊന്നും ഇത് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, കണ്ടിന്യൂസ്ലി വേരിയബിൾ. ഇത് നമുക്ക് ആൾറെഡി നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. എന്താണ് CVT കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാലും ഇതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നേ ഉള്ളൂ.
നമ്മൾ ആൾറെഡി പഠിച്ചു. CVT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഇതിനകത്ത് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്റ്റെപ്നെസ് ഗിയർ റേഷ്യോ. ഗിയർ റേഷ്യോയുടെ ചേഞ്ച് സ്റ്റെപ്നെസ് ആക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് ഫിക്സഡ് ഗിയർ അല്ല. ദിസ് ചേഞ്ചസ് ഈസ് ഓട്ടോമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ്. നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്, ഓട്ടോമാറ്റിക് നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സാധാരണ യൂസ് ചെയ്യുന്നത് സ്കൂട്ടറിലും മോപ്പഡിലും ഒക്കെയാണ് നമ്മൾ CVTനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി AMT, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇതിനകത്തുള്ള ഗിയർ ബോക്സ് എന്ന് പറയുന്നത് മാനുവലാണ്, മാനുവൽ ഗിയർ ബോക്സ് ആണ്. പക്ഷേ അതിൻ്റെ ഓപ്പറേറ്റിംഗ്, അതായത് ആ ഗിയർ ഷിഫ്റ്റിംഗ് മാത്രം ഓട്ടോമാറ്റിക്. അതാണ് സംഭവം. AMT ഈസ് എ മാനുവൽ. അപ്പോൾ ഇത് കണക്കൊരു ഗിയർ ലിവർ കാണും. അതിനകത്ത് P, പാർക്ക്, റിവേഴ്സ്, D എന്നൊക്കെ പറഞ്ഞ് കാണും. പിന്നെ അതിനകത്ത് ഒരു പ്ലസ്സും മൈനസും കാണും. ഇവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും, പ്ലസ് മൈനസ്. അതായത് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിനകത്ത്. പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗിയർ സ്പീഡ് കൂടി വരുന്ന ഗിയേഴ്സ്, അതായത് ഫസ്റ്റ് സെക്കൻഡ്, അടുത്ത ഒരു പ്ലസ് ഇടുമ്പോഴത്തേക്ക് തേർഡ്, അങ്ങനെ മാറിപ്പോകും. ഡൗൺ ആക്കണമെങ്കിൽ മൈനസിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി വർക്കിംഗ്, അതായത് ക്ലച്ച് ആൻഡ് ഗിയർ ഷിഫ്റ്റിംഗ് കൺട്രോൾഡ് ബൈ ECU. അപ്പോൾ ഇതിനകത്ത് ECU ഉണ്ട്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ് വേരിയസ് കണ്ടീഷൻസ് അനുസരിച്ച് ഗിയർ മാറുന്നതും അത് കണക്ക് തന്നെ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത്. ക്ലച്ചിൻ്റെ പെഡൽ നമുക്ക് കാണത്തില്ല ഇതിനകത്ത്. ക്ലച്ചിൻ്റെ പെഡൽ അതിനകത്തില്ലെങ്കിൽ പോലും ആക്ച്വലി അതിനകത്ത് ക്ലച്ച് ആ സമയത്ത് വർക്കാവുന്നുണ്ട്. ആ വർക്കിംഗ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്. അത് കണക്ക് തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ്, നമ്മൾ ആൾറെഡി പറഞ്ഞു. മാനുവൽ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ഗിയർ മാറണം. ആ ഗിയർ മാറുന്നതും ആര് തന്നെയാണ്? ഈ ECU തന്നെയാണ്. അപ്പോൾ ECUൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇതാണ്, അതിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും ഇതിൻ്റെ വർക്കിംഗ് ഇത്രത്തോളം പ്രോപ്പറാണെന്നുള്ളത്. ഡ്രൈവർ സെലക്ട് മോഡ്, ഓട്ടോ അല്ലെങ്കിൽ മാനുവൽ. ഡ്രൈവറിനകത്ത് അത് മാത്രമേ ഉള്ളൂ, ഡ്രൈവർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നീ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കുക. മാനുവൽ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്ലസ് മൈനസ് അങ്ങനെ ആയിട്ട് പോകണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ വണ്ടി തനിയെ തന്നെ ഗിയർ മാറിക്കോളും, ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. AMTക്ക് നമ്മൾ സാധാരണ നമ്മുടെ എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ അപേക്ഷിച്ച് AMTക്ക് വില കുറവാണ്. നമുക്കറിയാം ഈ മാരുതിയുടെ തന്നെ സെലീരിയോ എന്നൊക്കെ പറഞ്ഞ കാറുകളില്ലേ, സെലീരിയോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടികൾ എടുക്കുന്നതിനെക്കാട്ടിയൊക്കെ ഒരുപാട് വില കുറവാണ്. ഓക്കെ, ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി ദാൻ ടോർക്ക് കൺവെർട്ടർ ഉള്ള വണ്ടിയെ വെച്ച് നോക്കുമ്പം ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്. അല്ലാതെ നമ്മൾ മാനുവലിനെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ ഉള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ AMTക്ക് കുറച്ചും കൂടെ മൈലേജ് കൂടുതലാണ്, ഫ്യൂവൽ എഫിഷ്യൻസി. ഈസി ഡ്രൈവിങ് നമുക്കറിയാം, അതാണ് ഈ ക്ലച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ലേഡീസിനൊക്കെ കുറേ കൂടെ കംഫർട്ടബിളാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ സ്ലൈറ്റ്ലി ജെർസ് ഡ്യൂറിങ് ഗിയർ ചേഞ്ച് നടക്കുന്ന സമയത്ത് ഒരു ജെർക്കിംഗ് ഉണ്ടാവും, ഒരു ചാട്ടം കണക്ക് ഒരു ജെർക്കിംഗ് ഉണ്ടാവും. അടുത്ത് ലെസ് സ്മൂത്തർ ദാൻ CVT അപേക്ഷിച്ച് അത്ര സ്മൂത്ത് അല്ല. CVT നമുക്കറിയാം കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗിയർ മാറുന്ന പോലും നമ്മൾ അറിയുന്നില്ല. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ആ പുള്ളിയുടെ വിഡ്ത്ത് മാറി ഡയമീറ്റർ ചേഞ്ചായി തനിയെ നടക്കുന്നതുകൊണ്ട് അതിനകത്ത് സ്മൂത്താണത്. പക്ഷേ ഇത് അത്ര സ്മൂത്ത് അല്ല എന്നുള്ളത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ചെറിയ കാറുകളിൽ, കുഞ്ഞു കാറുകളിലൊക്കെ, പിന്നെ സം 2 വീലേഴ്സ് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടൈപ്പിലൊക്കെ ഇത് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് നമുക്ക് ഇതാണ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അതായത് DCT. നിങ്ങൾക്ക് ഇതുവരെയും വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം നമുക്കൊന്ന്. അതായത് ഇതിനകത്ത് 2 ക്ലച്ച് കാണും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 ക്ലച്ച്. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗിയർ 1, 3, 5 ഇതാണ്ട് 1, 3, 5 ഈ 3 ഗിയറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അതിലോട്ട് പവർ വരുന്നത് ഈ ക്ലച്ച് നിന്നായിരിക്കും. ക്ലച്ച് 1 കണ്ടേ, ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ക്ലച്ച് 1 എന്നായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ അടുത്ത ഇപ്പോൾ 2, 4, 6 ഈ 3 ഗിയറിലേക്കും പവർ വരുന്നത് ഇവിടെ ഒരു വേറൊരു ക്ലച്ച് ഉണ്ട്, ഒരു ചുമന്ന കളറുള്ളതാണ് ഈ ക്ലച്ച് എന്നായിരിക്കും. ക്ലച്ച് 2 എന്നായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ സെക്കൻഡ് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ സെക്കൻഡ് ഗിയറിലേക്ക് പവർ വരും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഉണ്ടെന്നാണ് ആ പവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ ഷാഫ്റ്റ് കണ്ട, ഈ ഷാഫ്റ്റ് ഇതിനകത്തൂടെ വേറൊരു ഷാഫ്റ്റ് പോകുന്നു. ഈ പച്ച ഷാഫ്റ്റിനകത്തൂടെ വേറൊരു അതായത് അതൊരു ഹോളോ ഷാഫ്റ്റിനകത്തൂടെയാണ് ഈ അടുത്ത ഷാഫ്റ്റ് പോകുന്നത്. അതായത് 2 കോൺസെൻട്രിക് ഷാഫ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ഈ ചുവന്ന ഷാഫ്റ്റ് കണക്ട് ചെയ്തേക്കുന്നത് ക്ലച്ച് 1ലാണ്.
അതിനകത്ത് ഈ ചുമന്ന ഷാഫ്റ്റ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ക്ലച്ച് 1 ഈ ക്ലച്ചിലാണ് ചുമന്ന ഷാഫ്റ്റ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചുമന്ന ഷാഫ്റ്റിൽ ഏതൊക്കെ ഗിയേഴ്സ് ഉണ്ടോ ആ ഗിയേഴ്സിലൊക്കെ നമുക്ക് ഈ ഇതിനകത്തുനിന്ന് പവർ എടുക്കാം. ഏതിനകത്തുനിന്ന്? ക്ലച്ച് 1 നിന്ന് പവർ കിട്ടും എന്നുള്ളത്. ഇനി ക്ലച്ച് 2 ആയിട്ട് കണക്റ്റഡ് ആണ് ഈ പച്ച ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ്. അപ്പോൾ ആ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുന്ന ഗിയേഴ്സാണ് 2ഉം 4ഉം ഇവിടെയുള്ള 6th ഗിയറും. അപ്പോൾ അതിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ക്ലച്ച് 2 എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. 2 ക്ലച്ച് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ DCT എന്ന് പറയുന്നത്. യൂസസ് 2 clutches, 1 for odd gears. ഓഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, 1 ഓഡ് ഗിയേഴ്സ്, 1 ഗിയർ 1 3 5 ആൻഡ് 1 for ഈവൻ ഗിയേഴ്സ്, അതായത് 2 4 6 ഫോർ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ്. അതാണ് ഇതിൻ്റെ ഉപയോഗം. അതായത് കുറേ ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് നടക്കും. ഓക്കെ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗിയർ മാറുന്നത് നമ്മൾ ഒരു പക്ഷേ അറിയത്തുമില്ലല്ലോ. നമ്മൾ ഒരു വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ഗിയർ മാറുന്നത് നമുക്കിങ്ങനെ ഗിയർ മാറുന്ന സമയത്ത് നമ്മളൊന്ന് ഇങ്ങനെയൊക്കെ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ട് മാറുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മാനുവലിൻ്റെ കേസാണ്. ക്ലച്ച് ചവിട്ടുമ്പോൾ ആക്ച്വലി ഇതിൽ നിന്നുള്ള ആ പവർ ട്രാൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ അപ്പോൾ ട്രാൻസിറ്റ് ആവുന്നില്ല. അന്നേരമാണ് നമ്മളൊന്ന് ഇങ്ങനെ ആവുന്നത്. ഇതിൽ ആ സംഭവമില്ല. കാര്യം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് മാറുന്നതിന് മുമ്പ് തന്നെ സെക്കൻഡ് ഗിയറോടെ എൻഗേജ്ഡ് ആയിരിക്കും. അതാണ് കാര്യം. ഓക്കെ, അതിൻ്റെ ഡയഗ്രാമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് കുറച്ചും കൂടെ വലുതായിട്ട് ആ ഡയഗ്രാം കാണിച്ചിരിക്കുന്നതാണ്. അതായത് ക്ലച്ച് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ച് 1 ഈ ഷാഫ്റ്റിനെ കണക്റ്റഡ് ആണ്. ആ ഷാഫ്റ്റിലാണ് നമ്മൾ ഈ ഗിയേഴ്സ് എല്ലാം, ഇതെല്ലാം. അതായത് 1 3 5. പിന്നെ ഇതിനകത്ത് മറ്റേ ഗിയർ സെലക്ടർ മെക്കാനിസം ഒക്കെ ഇതിനകത്തുണ്ട്. നമ്മുടെ നമ്മുടെ സിങ്കർണൈസർ യൂണിറ്റ്, അങ്ങനെയുള്ള സെലക്ടർ മെക്കാനിസം എല്ലാം അതിനകത്ത് കാണും. ഇനി നിങ്ങൾ നോക്കിയാൽ അടുത്ത ക്ലച്ച് താണ്ടേ ഈ ക്ലച്ചിലോട്ടാണ് ഈ ഷാഫ്റ്റ് കണക്ട് ചെയ്തത്. ആ ഷാഫ്റ്റിലോട്ടാണ് നമ്മൾ ഈ ഗിയറിനെയും അതായത് 2ഉം 4ഉം 6ഉം കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഇപ്പോൾ ഒന്ന് കറങ്ങുന്നു, അതിനകത്തുകൂടെയാണ് കോൺസെൻട്രിക് ആയിട്ടാണ് മറ്റേ അകത്ത ഷാഫ്റ്റ് കറങ്ങുന്നത്. രണ്ടും തമ്മിൽ ഡയറക്റ്റ് ടച്ച് ആവില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് വരുന്ന ഷാഫ്റ്റാണ്. അത് പവർ കിട്ടുന്നത് ഇത് വഴി നിന്നാണ്. അവിടെ നിന്ന് ക്ലച്ച് വഴി നമ്മൾ പവർ ഇതിനകത്തോട്ട് ഓരോന്നിനോട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിന് നോക്കിയാൽ DCT നോക്കിയാൽ കൺസിസ്റ്റ് ഓഫ് മെയിൻലി ഉള്ളത് 2 ക്ലച്ചാണ്. അതാണ് മെയിൻ പാർട്സിലുള്ളത്. 2 ക്ലച്ചാണ് നമുക്കറിയാം. ക്ലച്ച് 1 ഓപ്പറേറ്റ്സ് ഓഡ് നമ്പർ ഗിയേഴ്സ്, അതായത് 1 3 5നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലച്ച് 1. ക്ലച്ച് 2 ഓപ്പറേറ്റ്സ് ഈവൻ നമ്പർഡ് ഗിയേഴ്സ്, അതായത് 2 4 6നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലച്ച് 2. അങ്ങനെ 2 ഗിയേഴ്സ്. 2 ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം സോളിഡ് ഷാഫ്റ്റുമാണ്, ഒരെണ്ണം ഹോളോ ഷാഫ്റ്റുമാണ്. നമ്മൾ ആ ഡയഗ്രാമിൽ നോക്കിയാൽ ആ ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്ന സോളിഡ് ഷാഫ്റ്റുമാണ്. അതിൻ്റെ ചുറ്റും പോകുന്ന പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഹോളോ ഷാഫ്റ്റുമാണ്. 1 ഹോളോ ഷാഫ്റ്റ് ആൻഡ് 1 സോളിഡ് ഷാഫ്റ്റ് അറേഞ്ച് കോൺസെൻട്രിക്കലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിനകത്ത് ഇട്ടുള്ളത്. ഓക്കെ, നമ്മുടെ പേനയ്ക്കകത്ത് റീഫിലൊക്കെ ഇടുന്ന പോലെ. പിന്നെ ഈ ഗിയർ സെറ്റ്സ്, അതായത് സിമിലർ ടു മാനുവൽ ഗിയർ ബോക്സിനകത്തുള്ള ഇത് ഗിയർ സെറ്റുകളുണ്ട്, നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. ഇനി ആക്ടിവേറ്റേഴ്സ് കാണും, ഹൈഡ്രോളിക് ഓർ ഇലക്ട്രിക് ആക്ടിവേറ്റേഴ്സ്. എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് ക്ലച്ചസ് ആൻഡ് ഗിയർ. ഇതിനകത്തുള്ള ക്ലച്ചിനെയും ഗിയറിനെയൊക്കെ എൻഗേജ് ചെയ്യുന്നതും ഡിസെൻഗേജ് ചെയ്യുന്നതും നമ്മുടെ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവേറ്റേഴ്സ് ആണ്. ഹൈഡ്രോളിക് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, അതിനകത്ത് ഓയിൽ കയറി വർക്കാവുന്ന സെറ്റപ്പാണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് എന്തായിരിക്കും? സോളനോയിഡ്സ് ആയിരിക്കും. സോളനോയിഡ് ആയിരിക്കും. അപ്പോൾ സോളനോയിഡിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സെർവോ എന്നൊക്കെ നമുക്ക് തന്നെ പറയാം. ഹൈഡ്രോളിക് സെർവോ എന്നൊക്കെ വേണ്ടി പറയാം. ഇനി അടുത്ത ഇലക്ട്രോണിക് കൺട്രോൾ, ECU ആണ് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആരാണ്? കൺട്രോൾസ് ഗിയർ സെലക്ഷൻ ആൻഡ് ക്ലച്ച് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഗിയറിൻ്റെ സെലക്ഷൻ ആണെങ്കിലും ക്ലച്ചിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ വർക്കിംഗ് ആണെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്, എൻജിൻ കൺട്രോൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, ECM എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ഒരു ഗിയർ എൻഗേജ് നെക്സ്റ്റ് ഗിയർ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഗിയർ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ നിങ്ങൾ ഇടുന്നതാണ് വിചാരിക്കുക, അടുത്ത സെക്കൻഡ് ഗിയറോടെ എൻഗേജ്ഡ് ആണ്. നിങ്ങൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് മാറപ്പെടുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആൾറെഡി ആ ഗിയർ എൻഗേജ്ഡ് ആണ്. ആ ക്ലച്ചിൽ നിന്ന് പവർ ഇതിലോട്ട് വന്നാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൾറെഡി ഇത് എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ പവറിന് ഇൻ്റർമിറ്റൻസ് ഇല്ലാത്തത്, അതായത് പവർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അതാണ്. വൈൽ വൺ ഗിയർ ഈസ് എൻഗേജ് ദ നെക്സ്റ്റ് ഗിയർ ഈസ് പ്രീ സെലക്റ്റഡ് ഓൺ ദ അതർ ഷാഫ്റ്റ്. ഒരു ഗിയർ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മറ്റേ ഷാഫ്റ്റിൽ സെക്കൻഡ് ഗിയർ ആണെങ്കിൽ അത് പ്രീ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വെഹിക്കിൾ ഈസ് ഇൻ ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഓൺ ഈസ് എൻഗേജ്. നമുക്കറിയാം ഫസ്റ്റ് ഗിയർ ആണ് കിടക്കുന്നതെങ്കിൽ ക്ലച്ച് ഓൺ ആണ് അവിടെ എൻഗേജ് ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡിലോട്ടാണ് മാറേണ്ടത്. സെക്കൻഡ് ഗിയർ ഈസ് ആൾറെഡി സെലക്റ്റഡ് ബട്ട് ക്ലച്ച് ടു ഈസ് ഡിസെൻഗേജ്. അതായത് ഫസ്റ്റ് ഇടുമ്പോൾ സെക്കൻഡ് ഗിയർ ആൾറെഡി സെലക്റ്റഡ് ആണ്, പക്ഷേ അതിലോട്ട് പവർ വരുന്ന ക്ലച്ച്, അതായത് ക്ലച്ച് ടു ഡിസെൻഗേജ്ഡ് ആണ്. അപ്പം ക്ലച്ച് ടു എപ്പോൾ എൻഗേജ്ഡ് ആകുന്നോ അപ്പോഴ് സെക്കൻഡ് ഗിയറിലോട്ട് പവർ വരും. വേറെ നമ്മൾ സെക്കൻഡ് ഗിയറിന് അന്നേരം എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം അത് ആൾറെഡി മെഷ്ഡ് ആണ് അവിടെ. അതാണ് പറയുന്നത്. സെക്കൻഡ് ഗിയർ ഈസ് ആൾറെഡി സെലക്റ്റഡ്. സെക്കൻഡ് ഗിയർ സെലക്റ്റഡ് ആണ്, പക്ഷേ അവിടെ പവർ വരുന്നില്ല, കാര്യം ക്ലച്ച് ടൂവിൽ അന്നേരം പവർ വരുന്നില്ല എന്നുള്ളത്. ഡ്യൂറിങ് ഗിയർ ചേഞ്ച്, അപ്പോൾ നിങ്ങൾ ക്ലച്ച് വൺ ഡിസെൻഗേജ്, ഗിയർ ചേഞ്ച് ഫസ്റ്റും സെക്കൻഡിലോട്ട് മാറുന്ന സമയത്ത് ക്ലച്ച് വൺ അങ്ങ് ഡിസെൻഗേജ് ആവും, ക്ലച്ച് വൺ അവിടെ നിന്ന് അങ്ങ് മാറും, ക്ലച്ച് ടു എൻഗേജ് ആവുകയും ചെയ്യും. ക്ലച്ച് ടു എൻഗേജ് ആൽമോസ്റ്റ് സൈമൾട്ടേനിയസ്. ഈ സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ സമയം തന്നെ നടക്കും. ഈ ക്ലച്ച് വൺ അവിടെ നിന്ന് മാറുന്ന അതേ സമയത്ത് തന്നെ ക്ലച്ച് ടു പോയി എൻഗേജ് ആയി പവർ കൊണ്ടുവരും. അതാണ് കാര്യം. ദിസ് റിസൾട്ട് ഇൻ ഇൻസ്റ്റൻറ്റ് ഗിയർ ഷിഫ്റ്റിംഗ് വിത്ത് നോ പവർ ലോസ്. പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും, പിന്നെ അത് പവർ ലോസ് ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻസ്റ്റൻറ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാര്യം. രണ്ടാമത് പവർ ലോസ് നമുക്ക് ഉണ്ടാവില്ല. പവർ ലോസ് വരാത്ത കാര്യം എന്ന് വെച്ചാൽ ആൾറെഡി ആ ഗിയർ സെക്കൻഡ് ഗിയർ സെലക്റ്റഡ് ആണ്, അതിലോട്ട് പിന്നെ ക്ലച്ച് നിങ്ങൾ പവർ കിട്ടിയാൽ മതി. അതിന് പിന്നെ അത് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് ഇങ്ങനെ ഗിയർ എൻഗേജായി പിന്നെ എൻഗേജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഗിയർ ആൾറെഡി എൻഗേജ്ഡ് ആണ്, അവിടെ ഗിയർ മെഷിലാണ്, അപ്പോൾ പവർ ട്രാൻസ്മിഷന് വേണ്ടി റെഡിയാണ്. അന്നേരം ഫസ്റ്റ് ഗിയർ ഒന്ന് സെക്കൻഡ് ഗിയർ മാറുമ്പോഴത്തേക്ക് ഈ ക്ലച്ച് മാത്രം പോയി ഫസ്റ്റിലുള്ളത് മാറി സെക്കൻഡിൽ ക്ലച്ച് ടു പോയി എൻഗേജ് ആയി പവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡി സി. ഈ ഡി സി ടി തന്നെ വെറ്റ് ഡി സി ടി, ഡ്രൈ ഡി സി ടി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഡി സി ടി ആണുള്ളത്. വെറ്റ് ഡി സി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഓയിലാണ്. ഓക്കെ, ഓയിൽ നമ്മൾ ഈ ഡ്രൈ ടൈപ്പ് ക്ലച്ച്, വെറ്റ് ടൈപ്പ് ക്ലച്ച് എന്ന് പറഞ്ഞ പോലെ വെറ്റ് ഡി സി ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓയിലുണ്ട്, ഓയിൽ അതിനകത്തുള്ള ക്ലച്ചാണ്. ക്ലച്ച് ഓപ്പറേറ്റ്സ് ഇൻ ഓയിൽ, ബെറ്റർ കൂളിംഗ് യൂസ്ഡ് ഇൻ ഹൈ ടോർക്ക് വെഹിക്കിൾസ്. അപ്പോൾ ക്ലച്ച് ഓയിലിനകത്തായതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റും കിട്ടും. ഹൈ ടോർക്ക് ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഡ്രൈ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നോ ഓയിൽ, ഓയിൽ അതിനകത്തില്ല, അത് ഡ്രൈ ആണ്. മോർ എഫിഷ്യൻ്റ് ആൻഡ് ലൈറ്റർ യൂസ്ഡ് ഇൻ സ്മാർട്ട് കാർ. അത് കുറേ കൂടെ എഫിഷ്യൻസി കൂടുതലാണ്, ഇത് ലൈറ്റാണ്, ഇത് ചെറിയ ചെറിയ വണ്ടികളിലാണ്, കാറുകളിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്, ഓർക്കുക. അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും, പവർ ലോസ് ഇല്ല എന്നൊക്കെയുള്ള നമുക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വെരി ഫാസ്റ്റ് ഗിയർ ഷിഫ്റ്റ്, ഗിയർ വളരെ സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ് ആവും. ഹൈ എഫിഷ്യൻസി, സ്പോർട്ടി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പവർ ലോസ് ഇല്ലാത്ത രീതിയിൽ വണ്ടി പെട്ടെന്ന് ഗിയർ മാറി പവർ ലോസ് ഒന്നും ഇല്ലാതെ ടോപ്പ് സ്പീഡൊക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ്. ഡിസഡ്വാൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ്. ഇത് കുറേ കൂടെ സാധാ ഗിയർ ബോക്സ് പോലല്ല, ഇത് കുറേ കൂടെ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ കൂടെ വലുതാണ്, കുറേ എക്സ്ട്രാ പാർട്സ് ഒക്കെ ഇതിനകത്തുണ്ട്. കോംപ്ലക്സ് ആണ്, എക്സ്പെൻസീവ് ആണ്. അതായത് ഇതിന് വില സാധാരണ ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് ഒക്കെ ഇതിന് വില കൂടുതലാണ്. ഹൈ മെയിൻ്റനൻസ് നമുക്കറിയാം, ഒരു ക്ലച്ച് ഉണ്ടെങ്കിൽ തന്നെ മെയിൻ്റനൻസ് ആണ്. അപ്പം 2 ക്ലച്ച് ഉണ്ട്, അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. പിന്നെ ആപ്ലിക്കേഷൻ ഹൈ എൻഡ് കാറിൽ, പ്രീമിയം മോട്ടോർ സൈക്കിൾസിലൊക്കെ യൂസ് ചെയ്യും. ഹൈ എൻഡ് കാറുകളിലും പ്രീമിയം മോട്ടോർ സൈക്കിൾസിലൊക്കെ ഇത് നമ്മുടെ ഡി സി ടി യൂസ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോർക്ക് കൺവെർട്ടറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പോർഷൻ നിങ്ങൾ നോക്കിയാൽ ഇത് ടോർക്ക് കൺവെർട്ടറാണ് കാണിച്ചിരിക്കുന്നത്. ടോർക്ക് കൺവെർട്ടറിനകത്തുണ്ട്. പിന്നെ നമുക്ക് കാണിച്ചേക്കുന്നത് 2 കാണിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണിച്ചേക്കുന്നത് നമ്മളെ പ്ലാനറ്ററി ഗിയറാണ്. പ്ലാനറ്ററി ഗിയർ അല്ലെ എപ്പിസൈക്കിൾ ഗിയർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ഇതിനകത്ത് ബ്രേക്കും പിന്നെ വേരിയസ് ക്ലച്ചസും ഒക്കെ ഉണ്ട്. പല ബ്രേക്കുകളും പല ക്ലച്ച്. അപ്പോൾ ബ്രേക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്ക് ചില ഇപ്പം ഇതിനെയൊക്കെ നമ്മൾ പിടിച്ച് നിർത്തേണ്ടി വരും. ഓക്കെ, പിടിച്ച് നിർത്തി വേറെ ഒന്നിനെ കറക്കേണ്ടി വരും. അതിനാണ് ബ്രേക്ക്. പല ടൈപ്പ് ക്ലച്ചുകൾ, നമ്മുടെ ബ്രേക്ക് സിസ്റ്റം, ഇതിനകത്തുള്ള ബ്രേക്ക് സിസ്റ്റം ഒക്കെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ റിംഗ് ഗിയറിനെ പിടിച്ച് നിർത്തണമെന്ന് വിചാരിക്കും. പ്ലാനറ്ററി ഗിയർ അറേഞ്ച്മെൻറ്റിലുള്ള റിംഗ് ഗിയറിനെ നിങ്ങൾക്ക് പിടിച്ച് നിർത്തണം. അപ്പോൾ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാൻഡ് ബ്രേക്ക് പോലുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് ആ ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സെർവോയും കാര്യങ്ങളും, അങ്ങനെ എന്താ പറയുക, ഹൈഡ്രോളിക് ആണെങ്കിൽ സെർവോ കാണും, അല്ലെങ്കിൽ
പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ആണെങ്കിൽ സോളിനോയിഡ് യൂണിറ്റ് ഒക്കെ കാണും. ഓക്കെ. അടുത്തത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൺട്രോൾ ഡിവൈസ് കാണും അതിനകത്ത്. കൺട്രോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതാണ് ഇപ്പോൾ ECU മാതിരി ഒരു സംഭവമാണ്. അതാണ് ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. വേരിയസ് സ്പീഡ് റിക്വയർമെൻറ്റ്സും ടോർക്ക് വേരിയേഷൻസും ഒക്കെ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഗിയറിനെ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു കൺട്രോൾ യൂണിറ്റ് ആണ്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോർക്ക് കൺവെർട്ടർ എന്തായാലും ഉണ്ട്. രണ്ടാമത്തത് നമുക്ക് പ്ലാനറ്ററി ഗിയർ സെറ്റ് ഉണ്ട്. പിന്നെ ഈ വേരിയസ് ക്ലച്ചസും ബ്രേക്കും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ കൺട്രോൾ യൂണിറ്റും ഇതാണ് ഇതിനകത്തുള്ളത്. ഓക്കെ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഹാവ് ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് ടോർക്ക് കൺവെർട്ടർ കാണും, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് കാണും, ഒരു കൺട്രോൾ സിസ്റ്റം കാണും, പിന്നെ വർക്കിംഗ് ഫ്ലൂയിഡ് കാണും. അതിനകത്തൊരു ഫ്ലൂയിഡ് കാണും, വർക്കിംഗ് ഫ്ലൂയിഡ്. ഇതൊക്കെയാണ് ഫുള്ളി ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ ടോർക്ക് കൺവെർട്ടർ, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് കാണും, പിന്നെ ഒരു കൺട്രോൾ സിസ്റ്റം കാണും, ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് കാണും. ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഇതിനകത്ത്, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്ന് പറയും. അതിൽ നമ്മൾ ടോർക്ക് കൺവെർട്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലാണ്ട് ഇതാണ് നമ്മുടെ പമ്പ്. ഓക്കെ. ഈ പമ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഡയറക്റ്റായിട്ട് എന്താണ് ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഈ കണക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ്ട് ഇതാണ് ഫ്ലൈ വീൽ എന്ന് വരുന്നത്. ഓക്കെ. ഇത് ഫ്ലൈ വീൽ എന്ന് വന്നിട്ട് ഇത് ഡയറക്റ്റ് ആ പമ്പിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഫ്ലൈ വീൽ എന്നുള്ള എഞ്ചിൻ്റെ RPM അനുസരിച്ചാണ് ആ പമ്പ്, അല്ലെങ്കിൽ ഇതിന് ഇമ്പലർ എന്നും പറയാറുണ്ട്. പമ്പ് ഓർ ഇമ്പലർ എന്നും പറയാറുണ്ട്. ഓക്കെ. പമ്പ് അല്ലെങ്കിൽ ഇമ്പലർ കറങ്ങും. ഇമ്പലർ ഇറങ്ങുമ്പോൾ ഇതിനകത്തൊരു ഫ്ലൂയിഡ് കാണും. ഈ ഫ്ലൂയിഡിന് ഇമ്പലർ കറക്കും. ആ റൊട്ടേഷൻ, ആ കൈൻഡിങ് കഴിഞ്ഞാൽ ഫ്ലൂയിഡിന് കിട്ടും. ആ ഫ്ലൂയിഡ് തള്ളി നേരെ ഇങ്ങോട്ട്, അതിനകത്തെല്ലാം ഫുള്ളി കർവ്ഡ് വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് അതിനകത്തൂടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് വന്ന് ടർബൈനെ പിടിച്ച് കറക്കണം. അപ്പോഴാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചില അവസരങ്ങളിൽ ഇത് ടർബൈനെ കറക്കാനുള്ളതിനെക്കാട്ടിയും അതിൻ്റെ എന്താണ് ടർബൈനെ കറക്കും. ഇത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ടർബൈനെ കറക്കിയിട്ട് ഇത് തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുമ്പം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പ് യൂണിറ്റിന് അല്ലെങ്കിൽ ആ ഡ്രൈവ് യൂണിറ്റിന് കറക്കാതിരിക്കാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി അതുണ്ടാകും. അതുണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ സ്റ്റേറ്റർ വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റർ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വന്ന് സ്റ്റേറ്ററിനകത്തൂടെ കയറി ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ, അതായത് ഇത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ ഈ പമ്പ് കറങ്ങേണ്ടത് ആ ഡയറക്ഷനിലോട്ട് തന്നെ കൊടുക്കും. അതിന് നമ്മൾ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയാൽ ഈ സ്റ്റേറ്ററിനകത്ത് നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത്, ഒരു സ്റ്റേറ്റർ വെറുതെ ഒരു ബെയറിങ്ങിലല്ല വെച്ചേക്കുന്നത്. സ്റ്റേറ്റർ വെച്ചിരിക്കുന്നത് ഒരു ഫ്രീ വീലിലാണ്, ഫ്രീ വീൽ യൂണിറ്റ്. സ്റ്റേറ്ററിനകത്ത് ഓടുന്നത് ഫ്രീ വീൽ യൂണിറ്റ് വരും, ഫ്രീ വീൽ. അപ്പോൾ ആ ഫ്രീ വീൽ യൂണിറ്റ് എന്തിനാണ് വെച്ചേക്കുന്നത് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് ഫ്രീ ടു റൊട്ടേറ്റ് ഉള്ളൂ, മറ്റേ ഡയറക്ഷനിൽ അത് കറങ്ങത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങളുടെ പമ്പാണെന്ന് വിചാരിക്കും. ഇത് പമ്പാണ് അല്ലെങ്കിൽ ഇമ്പലറാണ്, ഇത് ടർബൈനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി വിടുന്ന ഫ്ലൂയിഡ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് അതേ കണക്ക് തിരിച്ച് വന്നാൽ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇമ്പലറിനെ പിന്നെ കറക്കാതിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ കറക്കത്തിനെ കുറയ്ക്കുന്ന ഒരു അവസ്ഥ വരും. അത് വരുത്താതെ ഇതിനിടയിൽ നമ്മുടെ സ്റ്റേറ്ററിനകത്തൂടെ കടന്നു പോകുമ്പം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാര്യം ഇതിനകത്ത് ആൾറെഡി ഉള്ള ടോർക്കിന് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു സ്റ്റേജാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ കാര്യം, ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ്ട് ഇതേമാതിരി ഒരു യൂണിറ്റ് ആയിരിക്കും. ഈ യൂണിറ്റ് ഇതിനകത്ത് ഇതിന് 2 പാർട്ടൊക്കെ കാണും. അതിന് ആ 2 പാർട്ടിനെ നമ്മളിങ്ങനെ രണ്ടാക്കി എടുക്കുമ്പോൾ അതിനകത്ത് ഒരു സൈഡിൽ ഇമ്പലറും ഒരു സൈഡിൽ ടർബൈനും മധ്യത്തൊരു സ്റ്റേറ്ററും കാണും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ വെച്ച് നമ്മളിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഇടയിൽ നമ്മൾ ഗ്യാസ്കറ്റൊക്കെ ഇട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. കാര്യം അതിനകത്ത് കംപ്ലീറ്റ് ഓയിലാണ്, ആ ഓയിൽ വെളിയിൽ വരരുത്. ഗ്യാസ്കറ്റ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് എന്ത്, ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, പമ്പ് അല്ലെങ്കിൽ ഇമ്പലർ. ഓക്കെ. അപ്പം ഇമ്പലർ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഇമ്പലർ ഇവിടെ നല്ല പവർ പോകുന്നത്, ഇതിനകത്ത് പവർ ഇതിനകത്തുനിന്ന് ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഇമ്പലറാണ്. ഇമ്പലറിനും ഇതിനും ഇടയ്ക്ക് നമ്മുടെ ടർബൈനും ഇടയ്ക്ക് ഈ ഒരു യൂണിറ്റാണ് നമ്മുടെ ആര്, സ്റ്റേറ്റർ എന്ന് പറയുന്നത്. സ്റ്റേറ്റർ. ഈ സ്റ്റേറ്റർ വെച്ചിരിക്കുന്നത് ഫ്രീ വീൽ മെക്കാനിസത്തിലാണ്. ഫ്രീ വീലുണ്ട്. ഫ്രീ വീൽ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷന് മാത്രമേ ഫ്രീ ആയിട്ട് ഇറങ്ങൂ, മറ്റേ ഡയറക്ഷനിൽ അത് കറക്കാൻ നോക്കിയാലും കറങ്ങൂല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വിടുന്ന ഫ്ലൂയിഡ് ചില അവസരങ്ങളിൽ നേരെ ഇങ്ങനെ വരാൻ ശ്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ കറക്കത്തിനെയും കൂടെ അത് ഇല്ലാതാക്കിയുള്ളൂ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് തിരിച്ച് ഇങ്ങനെയായിരിക്കും പോകുന്നത്.
അതിനകത്തൂടെ നമ്മളെ സ്റ്റേറ്ററിനകത്തൂടെ. അപ്പോൾ സ്റ്റേറ്ററിനകത്തൂടെ പോകുമ്പോൾ അതിനകത്ത് സ്റ്റേറ്റർ കറക്റ്റ് ഏത് ആംഗിളിലാണോ ഇത് ഇതിനകത്ത് വന്ന് ഇടിക്കേണ്ടത് ആ ആംഗിളിലോട്ട് ഈ വന്ന് വീഴുന്ന ആ ഫ്ലൂയിഡിനെ, മറ്റേ ഹൈ വെലോസിറ്റിയുള്ള ഫ്ലൂയിഡ് ആയിരിക്കും വരുന്നത്, ആ ഫ്ലൂയിഡിനെ ആ പർട്ടിക്കുലർ ആംഗിളിൽ മാറ്റി വിടും. അതാണ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഈ ഡയഗ്രാം നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ടോർക്ക് അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തേക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞാൽ ആരെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? പമ്പിനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തേക്കുന്നത് പമ്പിനെയാണ്. പമ്പിനും ഇതാണ് നമ്മുടെ ടർബൈൻ യൂണിറ്റ്. ടർബൈനും പമ്പിനും ഇടയിലുള്ള യൂണിറ്റാണ് ആര്? അതായത് ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ. ഇപ്പോൾ ഈ സ്റ്റേറ്റർ ഈ ഷാഫ്റ്റിൽ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡോ ഫ്രീ ടു റൊട്ടേറ്റോ അല്ല. എങ്ങനെയാണ്? ഫ്രീ വീൽ മെക്കാനിക്സിൽ അത് ഒരു സൈഡിൽ മാത്രം കറങ്ങുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ഇവിടെ നിന്ന് അടിച്ചു വിടുന്ന ഫ്ലൂയിഡ് കൊണ്ട്, നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പവർ കൊണ്ട് നമുക്ക് കറങ്ങുന്നത് ഈ ടർബൈനാണ്. ടർബൈൻ യൂണിറ്റാണ് കറങ്ങുന്നത്. ആ കറക്കം ഈ ഷാഫ്റ്റ് വഴി നമ്മൾ പുറത്തെടുക്കുന്നു. എന്നിട്ട് ഈ ഷാഫ്റ്റാണ് നേരെ പിന്നെ പവർ ട്രാൻസ്മിഷൻ ബാക്കിയുള്ള യൂണിറ്റിലേക്ക് പോകുന്നത്. അതാണ് സംഭവം. ഓക്കെ, ടോർക്ക് കൺവെർട്ടർ. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടോർക്ക് കൺവെർട്ടർ ഇത് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ. നമ്മൾ ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ സാധനം പഠിച്ചില്ലേ, അതിൻ്റെ സെയിം കൺസ്ട്രക്ഷനാണ്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് അതേപോലെ അല്ല. അതിലില്ലാത്തൊരു സാധനം ഇതിലുണ്ട്. ആ സാധനമാണ് എന്ത്? സ്റ്റേറ്റർ. ഞാൻ പറയുന്നത് ഫ്ലൂയിഡ് കപ്ലിംഗ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് കപ്ലിംഗ് നിങ്ങൾ എടുത്താൽ അതിനകത്തുള്ളത് ആരൊക്കെയാണ്? പമ്പും ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പലറും ഉണ്ട്, പിന്നെ ടർബൈനും ഉണ്ട്. പക്ഷെ അതിനകത്ത് സ്റ്റേറ്റർ ഇല്ല. ഇതിൽ ടോർക്ക് കൺവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ, ടോർക്ക് കൺവെർട്ടർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇതിനകത്ത് പമ്പുണ്ട്, അല്ലെങ്കിൽ ഇമ്പലറുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റേറ്ററുണ്ട്, പിന്നെ ടർബൈനും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ ഏകദേശം സിമിലർ ആണെന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് സെയിം അല്ല. കാര്യം അവിടെ നമ്മുടെ ഫ്ലൂയിഡ് കപ്ലിങ്ങിനകത്ത് ഈ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ സംഭവം ഇല്ല. ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫ്ലൂയിഡ് കപ്ലിങ്ങിനകത്ത് ഇല്ല. പക്ഷെ ഇതിനകത്ത് ടോർക്ക് കൺവെർട്ടറിനകത്ത് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് കൺവെർട്ടർ സിമിലർ ടു ദാറ്റ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ. ദ ഓൺലി ഡിഫറൻസ് ബീയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ സ്റ്റേഷനറി മെമ്പർ കാൾഡ് സ്റ്റേറ്റർ ഓർ ദ റിയാക്ഷൻ മെമ്പർ എന്നാണ്. സ്റ്റേറ്റർ അല്ലെങ്കിൽ റിയാക്ഷൻ മെമ്പർ എന്നാണ് പറയുന്നത്. ആൻഡ് ആൾ ദ മെമ്പേഴ്സ് ഹാവ് ബ്ലേഡ്സ് ഓർ വെയിൻസ് ഓഫ് സ്പെസിഫിക് ഷേപ്പ്. ഇതിലെല്ലാത്തിലും നിങ്ങൾ ഈ പറഞ്ഞ ഇമ്പലറിനകത്താണെങ്കിലും ടർബൈനിനകത്താണെങ്കിലും സ്റ്റേറ്ററിലാണെങ്കിലും ബ്ലേഡ്സുകൾ വെച്ചിട്ടുണ്ട്, വെയിൻസ് പല ആംഗിൾസിൽ വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഓപ്പറേഷൻ ഒരു കാരണവശാലും സിമിലർ അല്ല. ഇറ്റ് ഈസ് നോട്ട് സിമിലർ. രണ്ടിൻ്റെ ഓപ്പറേഷൻ, അത് ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ ഓപ്പറേഷനും നമ്മുടെ ടോർക്ക് കൺവെർട്ടറിൻ്റെ ഓപ്പറേഷൻ സിമിലർ ആണെന്ന് വിചാരിക്കുന്നത്, സിമിലർ അല്ല. whereas the fluid flywheel transits the same torque as given to it by the engine crankshaft. അതായത് ഫ്ലൂയിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കപ്ലിങ് നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എൻജിൻ കൊടുക്കുന്ന അതേ ടോർക്ക് മാത്രമേ അതിന് ട്രാൻസിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ ടോർക്ക് കൺവെർട്ടറിന് ഈ കൊടുക്കുന്ന ടോർക്കിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് പറയുന്നത്. ടോർക്ക് കൺവെർട്ടർ ഇൻക്രീസസ് ദ ടോർക്ക്. അതാണ് പറയുന്നത്. ടോർക്ക് കൺവെർട്ടർ ടോർക്കിനെ ഇൻക്രീസ് ചെയ്യും. ഫ്ലൂയിഡ് കപ്ലിങ്ങിൽ അത് നടക്കില്ല. ടോർക്കിന് ഒരു വേരിയേഷനും വരുത്താൻ പറ്റത്തില്ല. ഇൻ ദ റേഷ്യോ ഓഫ് അബൌട്ട് 2.1:3.1. 2.1 തൊട്ട് 3, അതായത് 2.1 തൊട്ട് 3.1 വരെ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇതിനകത്ത് നടത്താം. അതിൽ പിന്നെ 3 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിൽ നമുക്ക് പഠിക്കാം. ദസ് ഇറ്റ് സെർവ്സ് ദ സെയിം പർപ്പസ് as that of the ഗിയർ ബോക്സ്. ഒരു ഗിയർ ബോക്സ് ചെയ്യുന്ന ഏകദേശം പർപ്പസ് ഇത് ചെയ്യുന്ന നമുക്ക് പറയാം. കാര്യം എന്താണ്? ടോർക്ക് നമുക്ക് 2:1 ഗിയർ റേഷ്യോനെ നമുക്ക് നോക്കിയാൽ, ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന റേഷ്യോ നിങ്ങൾ നോക്കിയാൽ 2:1 to 3:1. അപ്പോൾ ടോർക്ക് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഗിയർ ബോക്സ് ചെയ്യുന്ന സെയിം പർപ്പസ് ചെയ്യാൻ ടോർക്ക് കൺവെർട്ടർ പ്രാപ്തനാണ്. പക്ഷേ ഫ്ലൂയിഡ് കപ്ലിങ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ പ്രാപ്തനല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അത് ജസ്റ്റ് ഒരു ക്ലച്ചിന് പകരം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ 3 പാർട്ടാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പലറുണ്ട്, ഒരു ടർബൈനുണ്ട്, ഒരു സ്റ്റേറ്ററുണ്ട്. ഇത് 3 സോറി, ഇത് 3 ആണ്. ഓക്കെ, 3 3 പാർട്സ് ആണുള്ളത്. ഒന്ന് ഒരു ഇമ്പലർ, ടർബൈന്, സ്റ്റേറ്റർ. അപ്പോൾ ഇമ്പലർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്തത്. ഡ്രൈവിംഗ് മെമ്പർ ഇതാണ്, ഓർ ദ ഡ്രൈവിംഗ് മെമ്പർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ടർബൈൻ ഓർ ദ ഡ്രിവൻ മെമ്പർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ റോഡ് ട്രാൻസ്മിഷൻ ഗിയേഴ്സ്.
ആൻഡ് ദ ഡ്രൈവ് ലൈൻ, അതായത് നമ്മൾ ഗിയർ ബോക്സിലോട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലോട്ട് കണക്ട് ചെയ്തേക്കും. സ്റ്റേറ്റർ ഫിക്സഡ് ടു ദ ഫ്രെയിം ത്രൂ എ ഫ്രീ വീൽ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സ് അതിൻ്റെ ഇത് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന അതിൻ്റെ ഫ്രെയിമിലോട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമിലോട്ടാണ്. അത് ഒരു ഫ്രീ വീൽ യൂണിറ്റ് വെച്ചാണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി രണ്ടിലും ഫ്രീ വീലില്ല, ഇതിൽ സ്റ്റേറ്റർ ഫ്രീ വീലിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇൻ അഡീഷൻ ദർ ഇസ് എ ട്രാൻസ്മിഷൻ ഓയിൽ പമ്പ്. ഒരു ഓയിൽ പമ്പാണ്. ഓയിൽ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ സപ്ലൈ ചെയ്യണം. ഓയിലിനകത്ത് എപ്പോഴും വേണം, അതിനകത്ത് ഓയിൽ പമ്പ് കാണും. വിച്ച് കീപ്സ് ദ കൺവെർട്ടർ ഫുൾ ഓഫ് ഓയിൽ അണ്ടർ പ്രഷർ. അപ്പോൾ ഈ കൺവെർട്ടറിനകത്ത് നല്ല പ്രഷറിൽ ഓയിലിനെ സപ്ലൈ ചെയ്യുന്നത് ഈ ഓയിൽ പമ്പാണ്. ഓക്കെ, എപ്പോഴും ഇതിനകത്ത് ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് കംപ്ലീറ്റ് ഓയിൽ വേണം. ഈ ഓയിൽ കറക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പവർ ട്രാൻസ്മിഷൻ ഒന്നും കറക്റ്റ് നടക്കത്തില്ല. ഓക്കെ, പ്രഷർ ഈസ് നെസറി ടു കീപ് ദ കൺവെർട്ടർ ഫുൾ ഓഫ് ഓയിൽ വെൻ റൊട്ടേറ്റിംഗ്. അപ്പം ഇതിനകത്ത് നല്ല പ്രഷറിൽ ആണ് നമ്മൾ ഈ ഓയിലിനെ സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, പ്രഷർ ഈസ് നെസസറി ടു കീപ് ദ കൺവെർട്ടർ ഫുൾ ഓഫ് ഓയിൽ വെൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രഷറിൽ ഇതിനകത്ത് എപ്പോഴും ഓയിൽ വേണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വർക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ടർബൈൻ അസംബ്ലി, ഇത് നമ്മുടെ പമ്പ് അസംബ്ലിയാണ്. പമ്പ്, ഇത് ടർബൈന്, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്ത് നമ്മുടെ സ്റ്റേറ്റർ. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇതേ കണക്ക് ബ്ലേഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഔട്ടർ പെരിഫറിയിൽ മാത്രമല്ല, ഇന്നർ പെരിഫറിലാണ്. ഇവിടെ ഒരു ഹോളാണ്, അത് സ്പ്ലൈൻഡ് ഷാഫ്റ്റ് കയറാനുള്ള ഹോളാണ്. ഇത് നമ്മുടെ സ്റ്റേറ്ററാണ്. ഈ സ്റ്റേറ്ററിൻ്റെ മധ്യത്തൊരു ഇവിടെ എന്ത് കാണും, ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഫ്രീ വീൽ യൂണിറ്റ് കാണും. ഇതാണ് നമ്മുടെ ടർബൈൻ യൂണിറ്റ്. ആ ടർബൈൻ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ഇതേമാതിരി ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തേക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കംപ്ലീറ്റ് ഓയിലുമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള ഓയിലിനെ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് വിടും. ആ പമ്പ് ചെയ്ത് ഇത്ര ഗ്യാപ്പൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഗ്യാപ്പിൽ കാണിച്ചാൽ ഇത്ര ഗ്യാപ്പൊന്നുമില്ല, ഇത് ഫുള്ളി ഇങ്ങനെ ആയിരിക്കും, അടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ വന്ന് ഇതിലിടിച്ചിട്ട് ഇത് നേരെ ഇങ്ങ് തിരിച്ച് ഈ സ്റ്റേറ്റർ ഇവിടെ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കുക. സ്റ്റേറ്റർ ഇല്ലെങ്കിൽ ഇത് നേരെ വന്ന് ഇതിൽ ഇടിക്കും, പമ്പിനകത്തുള്ള ബ്ലേഡ്സിൽ. അപ്പോൾ ഈ പമ്പിനകത്തുള്ള ബ്ലേഡ്സ് ആൾറെഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കറങ്ങാൻ വിസമ്മതിക്കുന്ന രീതിയിലുള്ള ആംഗിളിലായിരിക്കും ഇവിടെ നിന്ന് വരുന്ന ഫ്ലൂയിഡ് അത് ഇടിക്കുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയറി ഇങ്ങനെ ഒരു ആംഗിളിൽ വന്ന് ഈ സ്റ്റേറ്ററുകളെ കടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നും ഇതിന് റൊട്ടേഷൻ എന്നുള്ള രീതിയിൽ അതിന് പോകാൻ പറ്റത്തുള്ളൂ. അതായത് അതിൻ്റെ റൊട്ടേഷൻ ഒപ്പോസ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വന്ന്, അതായത് പമ്പിൽ നിന്ന് ടർബൈനിൽ വന്ന് ടർബൈനെ കറക്കി തിരിച്ചു പോകുന്ന ഫ്ലൂയിഡ് എന്ന് പമ്പിൽ ഇടിക്കുമ്പം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പലറിൻ്റെ ഇന്നർ ഭാഗത്ത് നിന്ന് ഇടിക്കുമ്പം അതിൻ്റെ കറക്കത്തിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിലായിരിക്കും ഇടിക്കുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റർ വയ്ക്കുമ്പോൾ ഈ വരുന്ന ഫ്ലൂയിഡ് ഇതിനകത്തൂടെ കയറി ഇങ്ങനെ വന്ന് കറക്റ്റ് ഇതിനെ അന്നേരം കറക്കത്തിന് കൂടുതലാക്കുന്ന രീതിയിൽ പമ്പിൻ്റെ ആ രീതിയിൽ പ്രവർത്തിപ്പിക്കും. അതാണ് നമ്മൾ ഈ പറഞ്ഞ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ അതാണ് ഇത് പറഞ്ഞാൽ. ഇപ്പോൾ ഇതാണ് അതിനകത്തൊരു ഇവിടെ വന്ന് സ്റ്റേറ്ററിനകത്ത് കാണിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്ന് തിരിച്ചിതിൽ വന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിനകത്തുകൂടെയാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നത്. അതിനകത്തൂടെ സ്റ്റേറ്റർ യൂണിറ്റ്, ഇതാണ് സ്റ്റേറ്ററാണ്. ഓക്കെ, സ്റ്റേറ്ററിനകത്തൂടെ അതിനും കുറേ ബ്ലേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലേഡ്സ് വന്ന് ഇതിൽ ചെന്ന് ഇടിക്കുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിനെയും പിന്നെ ഈ ഇമ്പലറിനെ കറക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുള്ളൂ. പക്ഷേ അതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഒരു ഫ്ലൂയിഡ് അങ്ങോട്ട് പോയാൽ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇമ്പലറിൻ്റെ കറക്കത്തിന് നിർത്താൻ വേണ്ടി അത് ശ്രമിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ ഹൈഡ്രോഡൈനാമിക് പ്രോസസ് ബൈ വിച്ച് എ ടോർക്ക് കൺവെർട്ടർ മെക്കാനിക്കലി ഇൻക്രീസസ് ദ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ടോർക്ക് കൺവെർട്ടർ അതിനകത്തുള്ള ട്വിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്കിനെ ഇൻക്രീസ് ചെയ്യുന്നുള്ള ഒരു ഹൈഡ്രോഡൈനാമിക് പ്രോസസ്സാണ്. ഹൈഡ്രോഡൈനാമിക് പ്രോസസ് സെൻഡ് ഫ്രം ദ എൻജിൻ ടു ദ ട്രാൻസ്മിഷൻ. ഓക്കെ, ദിസ് ആംപ്ലിഫിക്കേഷൻ ബിഹേവ്സ് ലൈക്ക് ആൻ ഓട്ടോമാറ്റിക് ഫ്ലൂയിഡ് ഡ്രിവൻ റിഡക്ഷൻ ഗിയർ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഒരു റിഡക്ഷൻ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർക്ക് കൂട്ടുന്ന ഗിയർ മാതിരി ആക്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇറ്റ് അലൗസ് എ വെഹിക്കിൾ ടു ലോഞ്ച് സ്മൂത്ത്ലി ആൻഡ് ആക്സിലറേറ്റ് പവർഫുള്ളി ഫ്രം എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഇപ്പം ടോർക്ക് കൺവെർട്ടറുള്ള ഒരു വണ്ടി നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ആദ്യം മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഈസി ആയിട്ട് പവർ ട്രാൻസ്മിഷൻ നടത്താനും ഒക്കെ സഹായിക്കും. പവർഫുള്ളായിട്ട് ട്രാൻസ്മിഷൻ ലോഞ്ച് സ്മൂത്ത്ലി ആൻഡ് ഈസിലി ആക്സിലറേറ്റ് പവർ ഫ്രം എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. ഒരു സ്റ്റോപ്പ് ഒന്ന് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഇത് സഹായിക്കും. ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ.